ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, നല്ല കഴിവുണ്ടാവും, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ ജീവിതത്തിൽ അവർ എവിടെ എത്തില്ല. ഇനി വേറെ കുറച്ച് ആൾക്കാരുണ്ട്, വലിയ കഴിവൊന്നും ഉണ്ടാവില്ല, വലിയ ഹാർഡ് വർക്കും ചെയ്യില്ല, പക്ഷെ നന്നായിട്ട് ഉടായ്പ് കാണിക്കാൻ അറിയുന്നത് കൊണ്ട് മാത്രം ലൈഫിൽ നല്ല ഹൈറ്റിലെത്തും, നന്നായി ഏൺ ചെയ്യും, നല്ല ഫെയിം ഉണ്ടാക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം അങ്ങനെയാണ്. വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു ഫിനോമിനാണ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കർമ്മ എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടെന്നും, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മോശമായി ചെയ്തു കഴിഞ്ഞാൽ ഇത് ബൂമറാങ് ആയിട്ട് തിരിച്ചു വരുന്നൊക്കെ പൊതുവെ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്യാവശ്യം നല്ല പൈസ ഉണ്ടെങ്കിലില്ലേ ഇതുപോലെ കറങ്ങി വരുന്ന ബൂമറാങ്ങിനെ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റിനെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് വഴിതിരിച്ചു വിടാനോ അല്ലെങ്കിൽ എഫക്റ്റിന്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാനൊക്കെ പറ്റും. ഈ ഒരു റിയാലിറ്റി അതേപടി എടുത്തു വെച്ചിട്ടുള്ള സിനിമയാണ് അഭിനവ് സുന്ദറിന്റെ മോളിവുഡ് ടൈംസ്. ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള പടം വിനീതിന്റെ പടം അറിയാലോ, മൂന്തനുണ്ണി അസോസിയേറ്റ് ആണ്. ആ പടം എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ആ ഡയറക്ടറുടെ കയ്യിൽ നിന്ന് ഒരു ഡാർക്ക് കോമഡി പടം നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതായത് ഇനി എപ്പോഴെങ്കിലും അതുപോലത്തെ ഒരു സിനിമ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഡാർക്ക് കോമഡി പടമായിരിക്കും. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഡാർക്ക് എന്നല്ല, ഇത് ഭയങ്കര ക്രൂരമായ തമാശ എന്നൊക്കെ പറയേണ്ടി വരും. ഇത് ഒരു തരത്തിൽ നമുക്ക് ഇതിലൂടെ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു സമാധാനമോ ചിരിയോ ഒരു പ്രതീക്ഷയോ അങ്ങനെ ഒന്നുമില്ല. ഒരു 167 മിനിറ്റോളം നമ്മൾ ഒരു ലൈഫ്, അതായത് പലപ്പോഴും നമ്മുടെ തന്നെ ലൈഫായിട്ടും അല്ല നമ്മൾ കണ്ട് പരിചയമുള്ള ചില ജീവിതങ്ങൾ ഇങ്ങനെ എന്താണ് സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് തോന്നും. ഈ സിനിമ കണ്ടതിന് ശേഷമില്ല, ഒരു വലിയ ട്രോമ പോലെയാണ്. ഈ സിനിമ തന്നെ ഭയങ്കര ഡാർക്കാണ്, കണ്ടിട്ട് നമ്മൾ തന്നെ ഒന്ന് വല്ലാണ്ടായി പോയി. ഇപ്പൊ ഞാൻ ഒരു 1.25 ഈ പടം തീർന്നത്. ഏകദേശം ഇത്രയും സമയം എടുത്തു ഒന്ന് പ്രോസസ്സായി വരാനായിട്ട്. വല്ലാത്തൊരു എഫക്റ്റ് ആണ്, ഭയങ്കര ഹാങ് ഓവർ തരുന്നൊരു പടമാണ്. ഒരിക്കലും ഒരു എന്റർടൈൻമെന്റ് മൂവി അല്ലെങ്കിൽ നസ്രീൻ അഭിനയിച്ചിട്ടുള്ള അത്യാവശ്യം പാട്ടും ഡാൻസും തമാശയൊക്കെ ഉള്ള ഒരു സിനിമ പ്രതീക്ഷിച്ചു പോകണ്ട. ഇത് അങ്ങനെ ഒരു സിനിമയല്ല, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു പടമാണ്. അത് ഒന്നാമത്തെ ഈ പടത്തിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ഡ്യൂറേഷൻ ആണ്. ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം ഈ സിനിമയുണ്ട്. പിന്നെ സിനിമയിൽ എവിടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു എലവേഷനോ ഒരു ഹൈയോ അതൊന്നും നോക്കണ്ട. ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു പടമാണ്. നമുക്ക് പല സ്ഥലത്തും ഒന്ന് തീർന്നാൽ മതി എന്നൊക്കെ തോന്നും. അത് സിനിമ മോശമായത് കൊണ്ടല്ല, കാരണം ഈ പ്ലോട്ട് അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു പടം. നസ്ലിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. നല്ല രീതിയിൽ അയാൾ പണിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ പാട്ടിൽ ഡാൻസും പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇനി ക്യാരക്ടർ വിനീത് എന്നുള്ള ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാലും അയാളുടെ ഒരു സൈക്കോളജി, അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അത് അപ്രോച്ച് ചെയ്യുന്നത്, അയാളുടെ തോൽവികളിൽ നിന്ന് പഠിക്കുന്നത്, ആ ഒരു ക്യാരക്ടറൈസേഷൻ, അതിന്റെ ക്യാരക്ടർ ആർക്കെല്ലാം അടിപൊളിയാണ്. നല്ല കിടിലം കഥാപാത്രമാണ് ചങ്ങായിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഈ കഥ എഴുതി വെച്ചിട്ടുള്ളത് ഓരോ കഥാപാത്രത്തിനും ഒരു എൻഡ് ഉണ്ട്. ആ എൻഡ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. മറ്റൊരാൾ സംഗീത് പ്രതാപാണ്, ഒരു നൈസ് ആയിട്ടുള്ള കഥാപാത്രം. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സംഗീതിന്റെ ക്യാരക്ടറിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് വെച്ചാൽ ഇയാളുടെ പെർഫോമൻസിലോ സ്ലാങ്ങിലോ ബാക്കിയുള്ള ആറ്റിറ്റ്യൂഡിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ അതേ ആറ്റിറ്റ്യൂഡ് പിടിച്ച് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടൈപ്പ് കഥാപാത്രമാണ് ഇയാൾക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. ഞെട്ടിച്ചിട്ടുണ്ട്. മറ്റൊരാള് ഷറഫുദ്ദീനാണ്. ഷറഫുദ്ദീന്റെ കഥാപാത്രം അത്യാവശ്യം അടിപൊളിയായിരുന്നു. സച്ചിൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇയാൾ ഈ സച്ചിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഷറഫുദ്ദീൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു വീഡിയോ ഇയാൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള തമാശയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നമ്മുടെ ലൈഫുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മളും അതുപോലെ പല തോൽവികൾ കൂടി കടന്നു പോകുന്നത് കൊണ്ട് അത് നമ്മളിങ്ങനെ എടുത്ത് കൊട്ടുന്ന പോലെയൊക്കെ തോന്നും, നമ്മളെ കളിയാക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മറ്റെടുത്ത് പറയേണ്ട ഒരാള് ജഗദീഷാണ്. ജഗദീഷിന്റെ ഒരു റൈറ്റർ ആയിട്ടാണ് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. ഒരു വല്ലാത്തൊരു കഥാപാത്രം. അയാള് സിനിമയുടെ സ്റ്റാർട്ടിങ്ങില് ഇയാളുടെ മോനെ ഉപദേശിക്കുന്ന ഒരു സീനുണ്ട്. അതൊരു ഭയങ്കരമായിട്ടുള്ള സീനാണ്. ശരിക്കും സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് നമുക്കങ്ങനെ വലിയ ഡാർക്കായിട്ട് തോന്നുന്നില്ല എങ്കിൽ പോലും ഇല്ലേ, റിയാലിറ്റിയിൽ ഒരിക്കലും ഒരച്ഛൻ ആ രീതിയിൽ ഒരാളെ, ഒരു മകനെ ഉപദേശിക്കാൻ വേണ്ടി പാടില്ല. കാരണം അയാൾ ഉപദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ലൈഫിൽ പ്രാക്ടിക്കലി ചെയ്യാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ വലിയ അപകടം ഉണ്ടാവും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന അങ്ങനെ തന്നെയാണ്. അത് ആരെങ്കിലും ഉപദേശം കൊണ്ടാണോ എന്നറിയില്ല. മേ ബി നമ്മുടെ ഒരു ജീവിത രീതിയും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റും ലൈഫ് സ്റ്റൈലെല്ലാം ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള ലൈഫ് ആയിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വലിയ അപകടമാണ്. അത് നമ്മുടെ ഒരു എത്തിക്സ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് എല്ലാ ആൾക്കാർക്കും വർക്ക് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരുപാട് എത്തിക്സ് ഒക്കെ നോക്കി നടക്കുന്ന ആൾക്കാർ ലൈഫിൽ എന്തായാലും കുളമായി പോകും. പക്ഷെ ഒരിക്കലും അനുകരിക്കാൻ പാടില്ലാത്ത ഒരു ഉപദേശമാണ് അയാൾ കൊടുക്കുന്നത്. പക്ഷെ ആ കഥാപാത്രം ഒരു വല്ലാത്ത കഥാപാത്രമാണ്. ഇതിൽ വരുന്ന എല്ലാ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ കുഴപ്പം പിടിച്ച സൈക്കോളജിക്കലി നമുക്ക് അവരെ മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില ക്യാരക്ടർ ഉണ്ടാവുമല്ലോ,
അതാണ് ഈ പടത്തിലെ ഓരോ ആൾക്കാരിലും കാണാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ ചുറ്റുപാടുള്ള മിക്ക ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അത് എല്ലാ സമയത്തും അങ്ങനെ പുറത്തു വന്നുകൊള്ളുന്നില്ല. ചില സാഹചര്യങ്ങളിൽ അത് റിവീൽ ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ വേറൊരാള് നമ്മുടെ റോഷൻ ഷാനവാസ് ഇല്ലേ, ആവേശത്തിൽ ശാന്തനായിട്ട് അഭിനയിച്ച ചങ്ങായി. ആ ചങ്ങായിയുടെ നല്ല ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഈ സിനിമയിലുണ്ട്. പൈങ്കിളി സിനിമയിലെ അയാളുടെ പെർഫോമൻസിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷെ ഈ പടത്തിൽ അയാൾ നല്ല മെച്യൂർ ആയിട്ടുണ്ട്. അയാൾ പഠിച്ച് നല്ല വൃത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ അങ്ങനെ ബോറായി തോന്നൂല. ആ കഥാപാത്രത്തിന്റെ ഒരു ക്യാരക്ടറൈസേഷനും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ഈ സിനിമയിൽ ഇയാൾ ഈ റിസർവേഷൻ എല്ലാം കിട്ടുന്ന അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ഒരു ആളാണ്. അങ്ങനെ മോശമാക്കി പറഞ്ഞല്ല, പക്ഷെ അങ്ങനെ ഒരു കഥാപാത്രമാണ്. പക്ഷെ ഇയാളുടെ ഉള്ളിലുള്ള ചില ആഗ്രഹങ്ങള്, അല്ലെങ്കിൽ ഇയാളുടെ അച്ചീവ്മെന്റിനെ കാണുന്ന ചില രീതികള്, അതിന്റെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സൈഡിലേക്കെല്ലാം പോകുമ്പോഴത്തേക്കുണ്ടല്ലോ, റിയാലിറ്റി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഈ സിനിമയിൽ കാണുമ്പോഴത്തേക്ക് നമ്മൾ പേടിച്ചോ, നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി പടം കണ്ടു കഴിഞ്ഞാൽ. ഓരോ കഥാപാത്രത്തിന്റെ സൈക്കോളജി കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോവും. പിന്നെ ഇതില് അപ്പുണ്ണി വിജയൻ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഈ പാലേരി മാണിക്യത്തിലെല്ലാം അഭിനയിച്ചിട്ടുള്ള ഇതിലുണ്ട്. ഇന്ത്യൻ റുപ്പിയിലെല്ലാം അയാൾ അഭിനയിച്ചിട്ടുണ്ട്. കള്ളനോട്ടും കൊണ്ട് ബാറിൽ പോയിട്ട് ഇയാള് ഇത് വാങ്ങൂല, സാധനം വാങ്ങൂല, പോലീസ് പിടിക്കുന്ന ചങ്ങായി. അയാൾ ഇതിലൊരു പ്രൊഡ്യൂസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ചങ്ങായി ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. അയാളുടെ ഒരു ഡാർക്ക് സൈഡും, അതായത് ഈ പടത്തിൽ വരുന്ന എല്ലാ ആൾക്കാരും ഡാർക്കാണ്. ഇതിൽ നല്ലത് എന്ന് പറയാനായിട്ട് ആരുമില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഡാർക്ക് ആയിട്ടുള്ള മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു മനുഷ്യന്മാരുടെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ടല്ലോ, അത് മാത്രമാണ് ഈ പടം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. നമുക്ക് എവിടെ ഒരു ആശ്വാസം ഒന്നും കിട്ടൂല. ഈ സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, അതായത് ലാസ്റ്റ് സിനിമ കഴിഞ്ഞിട്ട് ഡയറക്ടഡ് ബൈ എന്നൊക്കെ വന്നതിന് ശേഷം അവസാനം കാണിക്കുന്ന 2-3 സീനിൽ പോലും ഇല്ലേ നമുക്കൊരു സമാധാനം കിട്ടൂല. അയ്യോ ഇത്രയും ഡാർക്ക് ആണോ നമ്മുടെ ചുറ്റുപാട് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ പടം ചെയ്തു വെച്ചിട്ടുള്ളത്. രാമു സുനിൽ എന്ന് പറയുന്ന ആളാണ് ഈ പടം എഴുതിയിട്ടുള്ളത്. എനിക്കറിയില്ല ഇയാളെല്ലാം എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഡാർക്ക് ഒരു സിനിമ നമ്മൾ കാണുന്ന സമയത്ത്, നമ്മൾ സിനിമ കാണുന്നത് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. ഒരു സന്തോഷം, എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്ക് ജീവിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുന്നത്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാലില്ലേ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല, നമ്മൾ സ്റ്റക്കായി പോകും. വേറൊരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ലൈഫിൽ നമുക്കൊരു ഹോപ്പ് എന്ന് പറയുന്ന സാധനം എല്ലാം പോയി പോകും. അത്രയ്ക്കും ഡാർക്ക്നെസ് ഈ പടത്തിനകത്തുണ്ട്. ഞാൻ എവിടെയും ഇതിൽ ചിരിച്ചോ വെച്ചാൽ ചിരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ തന്നെ ചില അവസ്ഥകൾ ആലോചിച്ചിട്ട് നമുക്ക് ചിരി വരില്ലേ, നമുക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിയാതെ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന ചില സിറ്റുവേഷൻ ഉണ്ടല്ലോ. ചില സമയത്ത് നമ്മുടെ അവസ്ഥ ആലോചിച്ച് നമുക്ക് ചിരി വരും, ചില സമയത്ത് ആലോചിച്ചാൽ കരച്ചിൽ വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. ചിരിക്കണോ കരയണോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ അതാണ് ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ലൈഫിൽ കടന്നു പോയിട്ടുള്ള ഒരുപാട് റിയൽ ഇൻസിഡന്റുകൾ നമ്മുടെ കൺമുന്നിൽ കാണിച്ചു തരും. പിന്നെ എനിക്കിതിൽ കുറച്ച് അവർക്ക് മാറി ചിന്തിക്കാമായിരുന്നു എന്ന് തോന്നിയൊരു കാര്യം ഈ പടത്തിന്റെ പ്ലോട്ടിലെ സിനിമയാണ്. അതായത് സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. ഇയാളൊരു ഫിലിം മേക്കർ ആയിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് നമ്മുടെ നസ്ലിന്റെ കഥാപാത്രം. ആ സിനിമ എന്നുള്ളൊരു സാധനം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ കൊണ്ടുവന്നിരുന്നെങ്കിലില്ലേ ഇത് കാണുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് തോന്നും. കാരണം ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ നമ്മൾ ഒരുപാട് തവണ കണ്ട് ബോറടിച്ചു പോയൊരു ടോപ്പിക്കാണ്. തൊട്ടു മുമ്പത്തെ സിനിമയിൽ ഈ വക്കീലായിരുന്നു അവരുടെ, അതായത് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷൻ ആയിരുന്നു വിനീതിന്റെ പടത്തിലുണ്ടായിരുന്നത്. പക്ഷെ ഈ പടത്തിൽ സിനിമ വന്നതുകൊണ്ടില്ലേ നമുക്ക് ചില ഭാഗങ്ങളെല്ലാം കുറച്ച് മടുക്കും. സിനിമയ്ക്കുള്ളിലെ സിനിമ ഒരുപാട് തവണ കണ്ടിട്ടുള്ളത് കൊണ്ട് അത് എനിക്ക് പേഴ്സണലി കുറച്ച് മടുപ്പായിരുന്നു കേട്ടോ. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറയുന്ന സാധനം അവർ ചൂസ് ചെയ്തത് നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയതുകൊണ്ടും എല്ലാ ആൾക്കാർക്കും അറിയാലോ. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് മേ ബി എന്തെങ്കിലുമൊക്കെ യൂട്യൂബിലെല്ലാം സിനിമയെല്ലാം ചെയ്ത് ഷോർട്ട് ഫിലിം എല്ലാം ചെയ്ത് അവർ മെയിൻ സ്ട്രീം സിനിമയിൽ എത്തിയിട്ട് പിന്നീട് അവർക്ക് ഉണ്ടാകുന്ന മാറ്റമെല്ലാം ആളുകൾക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയതുകൊണ്ടായിരിക്കും ഇവർ ഈ സിനിമ എന്ന് പറയുന്ന മീഡിയം എടുത്തത്. പക്ഷെ ഇത് എല്ലാ പ്രൊഫഷനിലും ഇങ്ങനെയുണ്ട്. ഭയങ്കര റിയാലിറ്റിയാണ്. ഇതിൽ തമാശയായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. അതായത് ചില പ്രയോഗങ്ങള്, ഡയലോഗ് എക്സാക്ട്ലി ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും. ചില പ്രയോഗങ്ങള്, ചില സ്ലാങ്ങുകള്, ഇതെല്ലാം നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇതെല്ലാം അതേ രീതിയിൽ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പിന്നെ ചില കഥാപാത്രങ്ങളുടെ സിറ്റുവേഷൻ കാണുമ്പോഴും നമുക്ക് ചിരി വരും. ഒരാളെ പറഞ്ഞാൽ വിട്ടുപോയി, നമ്മുടെ എഴുത്തുകാരനില്ലേ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ആ കഥാപാത്രം നല്ല അടിപൊളിയായിരുന്നു. ചിരിക്കാം, പക്ഷെ ചിരിയെക്കാളും കൂടുതൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ആക്ച്വലി ഇതൊരു ഹൊറർ പടമാണ്. ഹൊറർ ഇൻ ദ സെൻസ് പ്രേതവും ഭൂതവും അമ്മാതിരി പരിപാടിയൊന്നുമില്ല. സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ശരിക്കും പേടി തോന്നും. ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു വേൾഡിലാണോ നമ്മൾ ജീവിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. നല്ല ട്രോമ ഉണ്ടാവും ഇത് കണ്ടു കഴിഞ്ഞാൽ. നമുക്ക് എന്താണ് ഇത് പ്രോസസ് ചെയ്ത് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. നമ്മൾ ഈ മുകുന്ദനുണ്ണി കാണുന്ന പോലെയല്ല, അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു ക്രൂരമായ തമാശ പടമാണ് മോളിവുഡ് ടൈംസ്. സോ കണ്ടു നോക്കുക, ചിലപ്പോൾ ഇഷ്ടപ്പെടും.